ശബരിമല സോപാനത്തു നിന്നും ദ്വാരപാലക മുഖങ്ങൾ അനധികൃതമായി മാറ്റി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി കൂടാതെയാണ് ദ്വാരപാലക ശില്പം മാറ്റിയത്. ശില്പം കൊണ്ടുപോയത് ഇതര സംസ്ഥാനത്തേക്കെന്ന് വിവരം. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ് ശബരിമല സോപാനത്തു നിന്നും ഈ ദ്വാരപാലക മുഖങ്ങൾ അനധികൃതമായി മാറ്റിയിരിക്കുന്നത്? എന്താണ് ഇതിന്മേൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്ന വിശദീകരണം? രോഹിണി, ശബരിമലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അത് കേവലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണെങ്കിൽ പോലും അത് ദേവസ്വം ബെഞ്ചിന്റെയും ഒപ്പം തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇങ്ങനെ ഒരു അനുമതിയും കൂടാതെ പ്രധാനമായ ശ്രീകോവിലിന്റെ ഇരുഭാഗങ്ങളിലുള്ള ദ്വാരപാലക മുഖങ്ങളാണ്, സ്വർണ്ണപ്പാളിയോട് കൂടിയ ദ്വാരപാലക മുഖങ്ങളുടെ ഭാഗങ്ങളാണ് ദേവസ്വം ബോർഡ് കൊണ്ടുപോയിരിക്കുന്നത്, എടുത്തു മാറ്റിയിരിക്കുന്നത്. അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക മുഖങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. തന്റെ അറിവോ അനുമതിയോ ഒന്നും കൂടാതെ ഈ ദ്വാരപാലക മുഖങ്ങളുടെ സോപാനത്തിന്റെ ഇരുവശങ്ങളിലായിട്ടുള്ള ദ്വാരപാലക മുഖങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ പരാമർശം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ മാത്രമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മറ്റ് വഴികളിൽ നിന്നും ഇത് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം അറിയുന്നതും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും പിന്നീട് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് കേവലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആണെങ്കിൽ പോലും കൃത്യമായി തന്നെ അനുമതി വേണം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ചെന്നൈയിലേക്ക് ശബരിമല വിട്ട് പുറത്തേക്ക്, സന്നിധാനം വിട്ട് പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട ശ്രീകോവിലിന്റെ വിഗ്രഹ ഭാഗങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വീഴ്ച. അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താനിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ദുരൂഹതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ വിവാദം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതും ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളുമെല്ലാം ഇതിൽ വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.